ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് 3 കാർഡുകളാണ്. ഇത് മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച എങ്ങനെ ഉള്ളത് എന്ന് നമുക്ക് നോക്കാനാണ്. അതിൽ ആദ്യത്തെ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് സോൾസ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡ് ഒരു എയർ എലമെന്റിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഈ കാർഡ് നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതായത് ഈ ആഴ്ച പുതിയ ചിന്തകൾക്കും ഉണർവിനും ഉള്ള സൂചനയാണ് ഈ കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പരിശുദ്ധമായ അവബോധം, വ്യക്തത അല്ലെങ്കിൽ പുതിയ സാധ്യതകൾ ലഭിക്കാനുള്ള സൂചന കാണുന്നുണ്ട്. മനസ്സിലെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുതിയൊരു ദിശാബോധവും അതിലൂടെ മുന്നോട്ട് പോകാനും ഈ കാർഡ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നു. കരിയർ സംബന്ധമായി പുതിയ ഐഡിയകളോ അവസരങ്ങളോ ഈ ആഴ്ച നിങ്ങളെ തേടിയെത്തിയേക്കാം. ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇതൊരു പുതിയ ജോലി അല്ലെങ്കിൽ പ്രമോഷൻ, പഠന സംബന്ധമായ അവസരങ്ങൾ, കരിയറിലുള്ള മാറ്റം, ഇവ ഏതുമാകാം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് എന്ന് നോക്കി അത് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ദ മൂൺ എന്ന മേജർ ആർക്കാന കാർഡാണ്. ഈ കാർഡ് നൽകുന്ന സൂചനകൾ മുഴുവനും വ്യക്തമായിരിക്കുകയില്ല. അതായത് തെറ്റിദ്ധാരണകൾ, ആശയക്കുഴപ്പം, ഭയങ്ങൾ ഇവ നിങ്ങളിൽ ചിലർക്കുണ്ടായേക്കാം. അവശേഷിച്ചിരിക്കുന്ന അനിശ്ചിതങ്ങൾ തീരുമാനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ആന്തരികമായ ബോധവും ആത്മവിശ്വാസം വേണം എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ സൂചന നൽകുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഇൻഡ്യൂഷൻ, അവബോധം ഇതത്രയും പ്രാധാന്യമാണ്. കുടുംബസംബന്ധമായി മൂൺ നൽകുന്ന സൂചന കുടുംബത്തിൽ അവ്യക്തത, ആയുഷകുഴപ്പം, തെറ്റിദ്ധാരണകൾ ഇവ ഉണ്ടാക്കാനിടയുണ്ട്. ബന്ധങ്ങൾക്കിടയിൽ ആകുലതയോ അവിശ്വാസങ്ങളോ ഒളിഞ്ഞുള്ള പ്രോബ്ലംസോ ഉണ്ടാകാം. വീട്ടിലുള്ള അംഗങ്ങളുമായി വ്യക്തമായും സത്യസന്ധമായി ഇടപെടുക. സ്ത്രീജനങ്ങളോട്, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ വേണം. അമ്മ, ഭാര്യ, സഹോദരി, പ്രണയിനികൾ തുടങ്ങിയവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടവരാതെ ശ്രദ്ധിക്കുക. ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങൾ ഒഴിവാക്കേണ്ട സമയമാണിത്. ഉണർവിനാൽ മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളരുത്. ശ്രദ്ധയോടെ മുൻപോട്ട് പോകാനാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇനി മൂന്നാമതായി നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ ഹീറോഫാന്റ് എന്ന മേജർ ആർക്കാന കാർഡാണ്. ഈ കാർഡ് നൽകുന്ന സൂചന മുൻപോട്ടുള്ള യാത്രയിൽ പരമ്പരാഗതമായ മാർഗങ്ങളോ ഗുരുക്കന്മാരോ ആത്മീയമായ മാർഗനിർദ്ദേശമോ ഒക്കെ നിങ്ങളെ ചിലപ്പോൾ സഹായിച്ചേക്കാം. ഈ ആഴ്ചയിൽ വിദ്യാഭ്യാസം, ആത്മീയത, ഗുരു, കലയോ തത്വചിന്തയോ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിക്കേണ്ട ഒരു സമയമാണ് എന്നും ഈ കാർഡ് സൂചന നൽകുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ സാമ്പത്തിക വിനിയോഗം, ആദായം ഇവ സംബന്ധിച്ചിട്ടുള്ള ദീർഘകാല തീരുമാനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കൈക്കൊള്ളാൻ ഉള്ള ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങൾ നയങ്ങൾ പാലിക്കേണ്ടി വരും. വിദഗ്ധരോട് ഉപദേശം തേടേണ്ടിയും വരും. ഭൂമി, സ്വത്ത്, സർക്കാർ ഇവയുമായി ബന്ധപ്പെട്ട ധനപരമായ കാര്യങ്ങൾ ഈ ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ടതായി വരാം. ചെലവിൽ നിയന്ത്രണം വേണം. അനാവശ്യമായി ധനം ചെലവഴിക്കാതിരിക്കുക. വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ പിന്തുടരാൻ, അതായത് ലോൺ, ഇൻഷുറൻസ്, നിക്ഷേപം ഇവയൊക്കെ ചെയ്യുന്നതിനായി ഇത് നല്ലൊരു സമയമാണ്. ഈ 3 കാർഡുകളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ കരിയറിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുക, കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത നിലനിർത്തുക, സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചിച്ചു വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുക, ഇവയെല്ലാം വിശ്വാസത്തോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുവാനാണ് ഈ 3 കാർഡുകളും മിഥുന രാശിക്കാരോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് അനിവാര്യമാണ്. എല്ലാവർക്കും ശുഭകരമായ ഒരു ആഴ്ച ആശംസിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഏവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.